ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ആൻഡ് കെയറിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള കോളിഫ്ലവർ നല്ല ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ ഒരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി കഴുകി ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവിൻ്റെ കൂട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിപ്പോൾ 1/2 കപ്പ് മൈദയും അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡറും ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അവസാനം ചേർത്താലും മതി, കാരണം നമ്മൾ ഇതിലേക്ക് സോയാ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോയാ സോസിൽ ഓൾറെഡി ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ചേർക്കാം. അത് ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയാവും. കൂടെ തന്നെ പെപ്പർ പൗഡറും നമുക്ക് ചേർക്കണം. പെപ്പർ പൗഡറും ചില്ലിയും ഓൾറെഡി ചേർത്തു, അപ്പോൾ സ്പൈസ് ഒന്ന് നോക്കണം. ഇത് റെഡ് കളറാണ്. അത് റെഡ് കളർ എന്ന് പറയുന്നത് ബീട്രൂട്ട് പൗഡറിനെ കൊണ്ടുണ്ടാക്കിയ റെഡ് കളറാണ്. അതുകൊണ്ട് മായമൊന്നും ചേർക്കാത്ത കളറാണിത്. നിങ്ങളുടെ കയ്യിൽ റെഡ് കളറാണ് ഉള്ളതെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. ഞാനെപ്പോഴും ഇതാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് അതിൻ്റെ കളർ സാധാരണ സിന്തറ്റിക് കളർ പോലെ നന്നായിട്ട് വരത്തില്ല, ഇതുപോലെ ഒരു ലൈറ്റായിട്ടേ ഉണ്ടാകത്തുള്ളൂ. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല കട്ടിയുള്ള പേസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ കോളിഫ്ലവറിൻ്റെ ഓരോ ഫ്ലവേഴ്സായിട്ട് എടുത്ത് നന്നായി ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്തതിന് ശേഷം നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി, കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള കോളിഫ്ലവർ നന്നായി കുക്കായി വരേണ്ടതാണ്. അല്ല എങ്കിൽ ഈ കോട്ടിങ് മാത്രമാണ് കുക്കായി വരിക. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്താൽ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് റെഡ് കളർ നിങ്ങൾ സാധാരണ വാങ്ങുന്ന പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ കളർ ഉണ്ടായിരിക്കും. ഇത് ബീട്രൂട്ട് പൗഡർ ആയതുകൊണ്ട് ഒരു ആവശ്യത്തിനുള്ള കളറേ ഉള്ളൂ. ഞാൻ അത്രേ ചേർത്ത് ഉണ്ടായിരുന്നുള്ളൂ, ഒരു 1/2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ടും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് വളരെ ചെറുതായി അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഈ ഉള്ളി ആദ്യം ചേർക്കുന്നത്. പിന്നീട് നമുക്ക് വേറെയും കുറച്ച് വലിപ്പത്തിലുള്ള സൈസിലുള്ള ഉള്ളിയും ചേർക്കണം. ഇത് ഒന്ന് ഗ്രേവി കുറച്ചുകൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായി അരിഞ്ഞ ഉള്ളി ആദ്യമേ കുറച്ച് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചേർത്ത ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറായിരിക്കും നമ്മുടെ മസാലയ്ക്കൊക്കെ. ഇപ്പോൾ തന്നെ നല്ല ഫ്ലേവറാണ് ഇത് ഉണ്ടാക്കുന്ന ഈ സമയത്ത് തന്നെ. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സോയാ സോസ് ചേർക്കുമ്പോഴാണ് എപ്പോഴും ഗോബി മഞ്ചൂരിയന് ആ ചൈനീസ് ഫ്ലേവറൊക്കെ ശരിക്കും വരുന്നത് തന്നെ. അതുകൊണ്ട് സോയാ സോസ് കഴിയുന്നത് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ റെഡ് കളർ ഞാൻ ആഡ് ചെയ്യുകയാണ്, ഒന്ന് നല്ല കളറിഷായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബീട്രൂട്ട് പൗഡർ തന്നെയാണിത്. ഇത് ഞാൻ ഓവനിൽ റെഡിയാക്കിയ ബീട്രൂട്ട് പൗഡറാണ്. ഇനി നമുക്ക് അത് ഒന്ന് നന്നായി കുക്കായി വരുന്ന സമയത്ത് ഒരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡർ എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചധികം ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ 2-2.5 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് കോൺഫ്ലോർ. ഇതിപ്പോൾ നമ്മുടെ മിക്സിലേക്ക് ചേർക്കുന്ന സമയത്ത് തന്നെ നല്ല കട്ടിയായിട്ട് വരും നമ്മുടെ ഗ്രേവി.
അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഗ്രേവി ഒന്ന് തിക്കായി വരുന്ന ഈ കോൺഫ്ലവറൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് മറ്റുള്ളവ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം ഗ്രീൻ കളറിലുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ കളർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഉള്ളിയും കുറച്ച് വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ ക്യാപ്സിക്കവും ഉള്ളിയും ഒന്ന് വേവുന്നത് വരെ എന്തായാലും വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ എല്ലാം ഒന്ന് നന്നായി കുക്കായതിന് ശേഷം മാത്രമാണ് ഞാനിത് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്താൽ അധികം കുക്കാകരുത്. കാരണം കുക്കാവുന്നതിനനുസരിച്ച് ഇതിൻ്റെ കോട്ടിങ്സൊക്കെ ഒന്ന് ഇതിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആദ്യമേ ഉള്ള എല്ലാം നല്ല കുക്കായതിന് ശേഷം മാത്രമാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം അവസാനമായിട്ട് നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് നന്നായി ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.